തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്കാണ്. വിരമിച്ച ഉദ്യോഗസ്ഥരുടെ പുനർനിയമനങ്ങൾ സർക്കാർ റദ്ദാക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിരമിച്ചവരുടെ പുനർനിയമനം പരിശോധിച്ച് നീങ്ങാനുള്ള നീക്കത്തിലാണ് സർക്കാർ ഉള്ളത്. ഉഷ ടൈറ്റസിനെ അസാപ്പ് CMD സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഷഫീദ് റാവുത്തർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷഫീദ്, തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് സർക്കാർ. വിരമിച്ച ഉദ്യോഗസ്ഥരുടെ പുനർനിയമനങ്ങളൊക്കെ റദ്ദാക്കി തുടങ്ങുന്നു. അമൃത, ഉറപ്പായിട്ടും. കാരണം നേരത്തെ ഇക്കാര്യത്തിൽ ഒരു പരിശോധനയൊക്കെ നടത്തുമെന്ന് സർക്കാർ അധികാരമേറ്റ സമയത്ത് തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. മാത്രവുമല്ല, ഈ വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനം നൽകിയ മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കപ്പെടാനുള്ള തീരുമാനം അത് സർക്കാർ തലത്തിൽ എടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആക്ഷൻ ഉണ്ടായിരിക്കുന്നു. ഉഷ ടൈറ്റസിനെ അസാപ്പ് CMD സ്ഥാനത്ത് നീക്കിയാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങിയതും. അന്ന് ഉഷ ടൈറ്റസിന് നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായിരുന്നു. അത് സംഭവിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ഉഷ ടൈറ്റസ് IAS-നെ അസാപ്പ് CMD ആക്കിയതിലായിരുന്നു അന്ന് വലിയ വിവാദം നടന്നത്. മാത്രവുമല്ല, ഇഷ്ടക്കാർക്ക് വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങളും നടത്തുന്നു എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ എതിർപ്പ് തള്ളി ഉഷ ടൈറ്റസിന് വേണ്ടി മാത്രമാണ് അസാപ്പിനെ കമ്പനിയാക്കിയതെന്നുള്ള ആക്ഷേപമടക്കം ഉയർന്നിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പുതിയ സർക്കാർ അല്ലെങ്കിൽ UDF സർക്കാർ ഈ നീക്കം തടയാനുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള നിയമനങ്ങളിൽ ഒരു പുനർചിന്ത എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമെന്നോണമാണ് ഉഷ ടൈറ്റസിനെ അസാപ്പ് CMD സ്ഥാനത്ത് നിന്ന് നീക്കിയത്. മറ്റ് വിരമിച്ചവർക്കുള്ള പുനർനിയമനം സംബന്ധിച്ചും സർക്കാർ പരിശോധന നടത്തി വരികയാണ്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.